ഫസ്റ്റ് ലാംഗ്വേജ് അറബിക്, 6ാം ക്ലാസ്, ഓൺലൈൻ ക്ലാസ് 3. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. കൈഫൽ ഹാൽ? സൈൻ? തൊയ്യിബ്? തമാം? കോയിസ്? അൽഹംദുലില്ലാ. അത്തമന്നി ലക്കും വ ഉസ്റതക്കും ഖൈറ വൽ ആഫിയ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമൊക്കെ ആരോഗ്യവും സൗഖ്യവും ഞാൻ ആശംസിക്കുന്നു. ഓൺലൈൻ ക്ലാസ് 2-ൽ ഒരു വർക്ക് തന്നിരുന്നു. പേജ് നമ്പർ 9-ലെ ചിത്രത്തെ ആസ്പദമാക്കി ആ ചിത്രത്തിൽ കാണുന്ന വാക്കുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. അൽ കലിമാത്തു ഫിസ് സൂറത്തി, ചിത്രത്തിലെ വാക്കുകൾ എന്ന ഹെഡിങ്ങിന് താഴെയായിട്ട് നിങ്ങളോട് എഴുതാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്ര സംബന്ധമായ ചർച്ചയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ, 3ാമത് ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ നടത്തുന്നത്. നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന വാക്കുകൾ ഒന്ന് പരിചയപ്പെടാം. മാഉൻ, വെള്ളം, വാട്ടർ. പിന്നെ നമ്മൾ കാണുന്നത് ഔലാദുൻ, അർത്ഥം ആൺകുട്ടികൾ, ബോയ്സ്. വലതുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഔലാദുൻ. ബഹുവചനം എന്നുള്ളതിന് അറബിക് ഭാഷയിൽ ജംഅ് എന്നാണ് പറയുക. നിങ്ങൾക്കറിയാമല്ലോ. വലതുൻ, ജംഅ്, ഔലാദുൻ. പിന്നെ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ഒരു നീന്തൽ കുളമാണ്, സ്വിമ്മിംഗ് പൂൾ. നീന്തൽ എന്നുള്ളതിന് അറബിക് വേർഡ് സിബാഹത്തുൻ എന്നാണ്. സിബാഹത്തുൻ, സ്വിമ്മിംഗ് അഥവാ നീന്തൽ. കുളം എന്നുള്ളതിന് പോണ്ട്, കുളം എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന അറബിക് കലിമത്താണ് ബിർക്കത്തുൻ. ബിർക്കത്തുൻ, കുളം. ബിർക്കത്തു സിബാഹ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് എന്താണ്? നീന്തൽ കുളം അഥവാ സ്വിമ്മിംഗ് പൂൾ. നമ്മൾ പുതിയൊരു വാക്കിന്ന് പഠിച്ചു, സിബാഹത്തുൻ സ്വിമ്മിംഗ് അഥവാ നീന്തൽ, ബിർക്കത്തുൻ കുളം. ബിർക്കത്തു സിബാഹ സ്വിമ്മിംഗ് പൂൾ, നീന്തൽ കുളം. ഇനി നമ്മൾ ഈ പരിചയപ്പെട്ട കെലിമത്തുകൾ അഥവാ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ജുംല ചർച്ച ചെയ്യാം. ജുംല എന്ന വാക്കിനർത്ഥം സെന്റൻസ് എന്നാണ്. മലയാളത്തിൽ വാക്യം എന്ന് പറയും. നമ്മുടെ ഈ ചിത്രത്തിന്റെ ഹെഡിങ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. നുലാഹിദു സൂറത്ത വനുഅബ്ബിറു, വി ഒബ്സർവ് ദ പിക്ചർ ആൻഡ് വി എക്സ്പ്രസ് ഇറ്റ് ഇൻ ലാംഗ്വേജ് അറബിക്. നമ്മൾ ചിത്രം നിരീക്ഷിക്കുന്നു, ചിത്രത്തിലുള്ളത് അറബിയിൽ പറയുന്നു. ഇപ്പൊ നമ്മൾ കുറഞ്ഞ കലിമത്തുകൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ആ കലിമത്തുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജുംല ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് പറയാം, ചിത്രത്തിൽ കുട്ടികളാകുന്നു, ചിത്രത്തിൽ ആൺകുട്ടികളാകുന്നു. അറബിയിലേക്ക് പറയുമ്പോഴോ ഫിസ് സൂറത്തി ഔലാദുൻ, ചിത്രത്തിൽ ഒരു നീന്തൽ കുളമാകുന്നു. ഫിസ് സൂറത്തി ബിർക്കത്തു സിബാഹ. നമ്മൾ ചർച്ച ചെയ്യുന്ന എല്ലാ വാക്കുകളുടെയും ജുംലകളുടെയും നോട്ട്സ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് തരുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഒന്നും നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നോട്ട്സ് അവസാന ഭാഗത്തുണ്ടായിരിക്കും. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി കാണാം. ഒരു കുട്ടി, നീന്താൻ അറിയാത്ത ഒരു കുട്ടി ആ സ്വിമ്മിംഗ് പൂളിനടുത്ത് കൂട്ടുകാർ നീന്തുന്നത് നോക്കി കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു ജുംല ചർച്ച ചെയ്യാം. ആൺകുട്ടി സ്വിമ്മിംഗ് പൂളിനടുക്കൽ നിൽക്കുന്നു. ആൺകുട്ടി നിൽക്കുന്നു എന്ന വാക്ക് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ആൺകുട്ടി നിൽക്കുന്നു എന്ന വാക്ക് അറബിക് ഭാഷയിലേക്ക് നമ്മൾ ആൺകുട്ടി എന്ന വാക്കാണോ നിൽക്കുന്നു എന്ന വാക്കാണോ നമ്മൾ ആദ്യം ഉപയോഗിക്കുക? അറബിക് ഭാഷയുടെ വ്യാകരണ പ്രകാരം 2 രൂപത്തിലും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഏറ്റവും ലളിതമായ ആദ്യം ഫഅല് കൊണ്ട് തുടങ്ങുന്ന അഥവാ ക്രിയ കൊണ്ട് തുടങ്ങുന്ന രൂപമാണ് നമ്മൾ പരിശീലിക്കുന്നത്. അപ്പോൾ ആൺകുട്ടി നിൽക്കുന്നു, അതിലെ ക്രിയ ഫഅല് ഏതാണ്? നിൽക്കുന്നു. വഖഫ എന്ന വാക്കിന് നിന്നു, സ്റ്റുഡ് എന്നും, യഖിഫു എന്ന വാക്കിനാണ് സ്റ്റാൻഡ്, നിൽക്കുന്നു എന്നും അർത്ഥം. അപ്പോൾ യഖിഫു ഫഅല് മുദാരി ആണ്, വർത്തമാനകാല ക്രിയ. ഇംഗ്ലീഷിൽ പറയും പ്രസന്റ് ടെൻസ് വെർബ്. അപ്പോൾ യഖിഫുൽ വലതു, ആൺകുട്ടി നിൽക്കുന്നു. ജാനിബുൻ എന്ന വാക്കിന് അടുത്ത് എന്നും, ബി ജാനിബി എന്ന് പറഞ്ഞാൽ അടുക്കൽ എന്നുമാണ് അർത്ഥം. ബി ജാനിബി യഖിഫുൽ വലതു ബി ജാനിബി ബിർക്കത്തി സിബാഹത്തി, സ്വിമ്മിംഗ് പൂളിനടുത്ത് ആൺകുട്ടി നിൽക്കുന്നു. ദ ബോയ് സ്റ്റാൻഡ്സ് നിയർ ദി പൂൾ. നമ്മൾ സിബാഹത്തുൻ എന്ന വാക്കിന് നീന്തൽ എന്നാണ് അർത്ഥമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നീന്തുന്നു, നീന്തി എന്നീ വാക്കുകൾക്ക് അറബിക് പദം ഏതാണ്?
സബഹ എന്ന വാക്കിന് നീന്തി എന്നും യസ്ബഹു എന്ന വാക്കിന് നീന്തുന്നു എന്നുമാണ് അർത്ഥം. സബഹ ഫിഅല് മാളിയാണ്, യസ്ബഹു ഫിഅല് മുളാരിയാണ്. വിശദീകരണം ആവശ്യമുണ്ടോ? ഫിഅല് മാളി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് വെർബ്, ഭൂതകാല ക്രിയ. ആ ക്രിയ ചെയ്തു എന്നർത്ഥം. സബഹ നീന്തി. യസ്ബഹു എന്നുള്ളത് ഫിഅല് മുളാരി ആണ്, അഥവാ വർത്തമാനകാല ക്രിയാരൂപമാണ്. ഇൻ ഇംഗ്ലീഷ് പ്രസന്റ് ടെൻസ് വെർബാണ്. ആ പ്രവൃത്തി ചെയ്യുന്നു എന്നർത്ഥം. യസ്ബഹു നീന്തുന്നു, യജ്ലിസു ഇരിക്കുന്നു, യഖ്റഉ വായിക്കുന്നു, യദ്ഹബു പോകുന്നു. അതെല്ലാം ഫിഅല് മുദാരിയുടെ രൂപങ്ങളാണ്. ഇനി നമുക്ക് കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നു, ഇത് അറബിയിലേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പോൾ ആദ്യം നീന്തുന്നു ഫിഅല് കൊണ്ടുവരണം, യസ്ബഹു. പിന്നെ ആരാണ് നീന്തുന്നത്? അൽ ഔലാദു. അപ്പോൾ യസ്ബഹുൽ ഔലാദു, കുട്ടികൾ നീന്തുന്നു. ഇനി അടുത്തതോ സ്വിമ്മിംഗ് പൂളിൽ, നീന്തൽ കുളത്തിൽ എന്ന് ചേർക്കണം. ഇൽ എന്നുള്ളതിന് അറബിക് ഭാഷയിൽ ഏത് ഹർഫാണ് ഉപയോഗിക്കുക? ഫി. അപ്പോൾ മുഴുവനായിട്ട് എങ്ങനെയാ പറയുക? യസ്ബഹുൽ ഔലാദു ഫി ബിർക്കത്തി സിബാഹ, സ്വിമ്മിംഗ് പൂളിൽ ആൺകുട്ടികൾ നീന്തുന്നു. ഇങ്ങനെയാണ് അറബിക് ഭാഷയിലെ കെലിമത്തുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജുംല, സെന്റൻസ് അഥവാ വാക്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട്, ആ ചിത്രവുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ താഴെയുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് ചർച്ച ചെയ്യാം. അസ്സുആലുൽ ഊല, ഒന്നാമത്തെ ചോദ്യം, മാദാ തറൗന ഫി സൂറത്തി. മാദ എന്ന വാക്കിന് അർത്ഥം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മാദ ക്വസ്റ്റ്യൻ വേർഡാണ്, ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. മാദ എന്ത്, എന്താകുന്നു എന്നർത്ഥം. മാദ തറൗന, തറൗന എന്ന വാക്കിന് നിങ്ങൾ കാണുന്നത്. മാദ തറൗന, എന്താണ് നിങ്ങൾ കാണുന്നത്? ഫി സൂറത്തി, ചിത്രത്തിൽ. വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ, ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? എന്താണ് ഉത്തരം? ചിത്രത്തിൽ കുട്ടികൾ നീന്തുന്നു. കുട്ടികൾ നീന്തുന്നു എന്നുള്ളതിന്റെ അറബിക് സെന്റൻസ്, അറബിക് ജുംല നമ്മൾ ചർച്ച ചെയ്തു. യസ്ബഹുൽ ഔലാദു. അപ്പോൾ ചിത്രത്തിൽ കുട്ടികൾ നീന്തുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം ഇങ്ങനെയാണ്. അൽ ജവാബ് ഫി സൂറത്തി യസ്ബഹുൽ ഔലാദു, ചിത്രത്തിൽ കുട്ടികൾ നീന്തുന്നു. അസ്സുആലു സാനി, രണ്ടാമത് ക്വസ്റ്റ്യൻ, ഹൽ തുഹിബ്ബൂന സിബാഹ. ഹൽ എന്നുള്ളത് അറബിക് ഭാഷയിൽ വീണ്ടും ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചോദ്യം ചിഹ്നമാണ്. ആണോ അല്ലെങ്കിൽ ഉണ്ടോ എന്നാണ് ഹൽ എന്ന വാക്കിനർത്ഥം. തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഹൽ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? സിബാഹത്ത, സ്വിമ്മിങ് അഥവാ നീന്തൽ. നിങ്ങൾ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡു യു ലൈക്ക് സ്വിമ്മിങ്? അതിനുത്തരം എന്താണ്? അതെ, ഞാൻ ഇഷ്ടപ്പെടുന്നു. അതെ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് നഅം. ഇനി നമുക്ക് കിട്ടേണ്ടത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതിനുത്തരം നമ്മൾ കണ്ടെത്തുമ്പോൾ അറബിക് ഭാഷയിലെ ഒരു വ്യാകരണം നമ്മൾക്ക് ചർച്ച ചെയ്യണം. യജ്ലിസു, ഇരിക്കുന്നു. അതിലെ യാ മാറ്റിക്കൊണ്ട് അവിടെ ആ കൊടുക്കുക. അജ്ലിസു, ഞാൻ ഇരിക്കുന്നു. യക്തുബു, എഴുതുന്നു. യാ മാറ്റിക്കൊണ്ട് അവിടെ അലിഫ് കൊടുക്കുക. അക്തുബു, ഞാൻ എഴുതുന്നു. യദ്ഹബു, പോകുന്നു. ആ ഫെയില് മുദാരിയായ യദ്ഹബു എന്നതിലെ യാ മാറ്റിയിട്ട് അവിടെ അലിഫ് കൊടുക്കുക. അദ്ഹബു, ഞാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അഹബ്ബ, ഇഷ്ടപ്പെട്ടു. യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബു എന്ന വാക്കിലെ യാ മാറ്റിക്കൊണ്ട് അവിടെ നമ്മൾ ആ കൊടുക്കുന്നു. ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക്. അപ്പോൾ ഞാൻ സ്വിമ്മിങ് ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബു അസ്സിബാഹത്ത, ഐ ലൈക്ക് സ്വിമ്മിങ്, ഞാൻ സ്വിമ്മിങ് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ജവാബ് എന്താണ് ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ? ഹൽ തുഹിബ്ബൂന സിബാഹ, നിങ്ങൾക്ക് നീന്തൽ ഇഷ്ടമാണോ? ഉത്തരം നഅം ഉഹിബ്ബു സിബാഹത്ത, അതെ, ഞാൻ സ്വിമ്മിങ് ഇഷ്ടപ്പെടുന്നു. യെസ്, ഐ ലൈക്ക് സ്വിമ്മിങ്. സുആലു സാലിസ്, മൂന്നാമത്തെ ചോദ്യം, ഹൽ തഖ്ദിറൂന അല സിബാഹ. ഹൽ, ആണോ. ഹൽ തഖ്ദിറൂന, തഖ്ദിറൂന, നിങ്ങൾക്ക് സാധിക്കുന്നു. അപ്പോൾ ഹൽ തഖ്ദിറൂന, നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അല സിബാഹ, നീന്താൻ. നിങ്ങൾക്ക് നീന്താൻ സാധിക്കുന്നുണ്ടോ, അഥവാ നിങ്ങൾക്ക് നീന്താൻ സാധിക്കുമോ? ക്യാൻ യു സ്വിം, അതാണ് ചോദ്യം. അവിടെ ഒരു ഹർഫ് വന്നിട്ടുണ്ട്, അല. അല എന്ന ഹർഫിന് മുകളിൽ എന്നൊരർത്ഥമുണ്ട്. ഇവിടെ അല സിബാഹ, നീന്താൻ അഥവാ നീന്തലിനെ എന്ന അർത്ഥത്തിലാണ് അവിടെ അല ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ അതിന്റെ ജവാബുൻ, അതിന്റെ ഉത്തരം എന്താണ്? അതെ,
എനിക്ക് നീന്താൻ സാധിക്കും എന്നാണ് നമ്മൾ അറബിയിൽ ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മളവിടെ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് ആദ്യമായി കണ്ടെത്തേണ്ട കെലിമത്ത്. സാധിക്കുന്നു എന്നുള്ളതിന് അറബിക് പദം യഖ്ദിറു എന്നാണ്. അപ്പോൾ അതിനെ എനിക്ക് സാധിക്കുന്നു എന്ന് എങ്ങനെ ആക്കുക? യാ മാറ്റിയിട്ട് അവിടെ ആ കൊടുക്കുന്നു. അഖ്ദിറു, എനിക്ക് സാധിക്കുന്നു. അഖ്ദിറു അല സിബാഹ, ഐ നോ ദ സ്വിമ്മിങ്. എനിക്ക് നീന്താൻ സാധിക്കും, എനിക്ക് നീന്താൻ അറിയും, അല്ലെങ്കിൽ എനിക്ക് നീന്താൻ കഴിയും. അഖ്ദിറു അല സിബാഹ. ചോദ്യം എന്തായിരുന്നു? ഹൽ തഖ്ദിറൂന അല സിബാഹ, നിങ്ങൾക്ക് നീന്താൻ അറിയുമോ? അപ്പൊ നമ്മൾ ഒരാളല്ലേ ഉത്തരം കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം അഖ്ദിറു അല സിബാഹ, എനിക്ക് നീന്താൻ അറിയും. ഐ നോ ദ സ്വിമ്മിങ്, എനിക്ക് നീന്താൻ സാധിക്കും. അസ്സുആലുൽ അഖീർ, അവസാന ചോദ്യം. മാദാ യതഫക്കറുൽ വലതു. മാദാ, എന്ത്. മാദാ യതഫക്കറു, എന്താകുന്നു ചിന്തിക്കുന്നത്. യതഫക്കറു അർത്ഥം ചിന്തിക്കുന്നു, തിങ്ക്. മാദാ യതഫക്കറുൽ വലതു, വാട്ട് ഡസ് ദ ബോയ് തിങ്ക്, കുട്ടി എന്താണ് ചിന്തിക്കുന്നത്. അതിൽ തന്നെ ഒരു രണ്ടാമത് ചോദ്യം കൂടിയുണ്ട്. മാ സബബു ഹുസ്നിഹി, മാ എന്ന അക്ഷരത്തിനും വാക്കിനും എന്താകുന്നു എന്ന അർത്ഥം തന്നെയാണ്. മാ സബബുൻ, എന്താകുന്നു കാരണം. സബബുൻ അർത്ഥം റീസൺ, കാരണം. മാ സബബുൻ, എന്താകുന്നു കാരണം. ഹുസ്നിഹി, അവന്റെ ദുഃഖത്തിന്. ആ സ്വിമ്മിംഗ് പൂളിന് പുറത്ത് നിൽക്കുന്ന കുട്ടിയുടെ ദുഃഖത്തിന് കാരണം എന്താകുന്നു. മാ സബബു ഹുസ്നിഹി, ഹുസ്നുൻ ദുഃഖം, ഹുസ്നിഹി അവന്റെ ദുഃഖം, അവന്റെ ദുഃഖത്തിന് കാരണം എന്താകുന്നു. മാ സബബു ഹുസ്നിഹി. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. മാദാ യതഫക്കറുൽ വലതു, എന്താണ് കുട്ടി ചിന്തിക്കുന്നത്. മാ സബബു ഹുസ്നിഹി, അവന്റെ ദുഃഖത്തിന് കാരണമെന്താകുന്നു. വാട്ട് ഡസ് ദ ബോയ് തിങ്ക്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹിസ് സാഡ്നെസ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, ആ സ്വിമ്മിംഗ് പൂളിന് പുറത്ത് നിൽക്കുന്ന കുട്ടിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ അവൻ ചിന്തിക്കുന്നത് ഇതിനെ കുറിച്ചാണ്, നീന്തലിനെ കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പോൾ കുട്ടി നീന്തലിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ അറബി ഭാഷയിൽ പറയേണ്ടത്. അപ്പോൾ ചിന്തിക്കുന്നു, അറബിക് പദം യതഫക്കറു. യതഫക്കറുൽ വലതു, കുട്ടി ചിന്തിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? നീന്തലിനെ കുറിച്ച്. കുറിച്ച് എന്നുള്ളതിന് അറബിക് ഭാഷയിൽ ഏത് ഹർഫാണ് ഉപയോഗിക്കുക? അപ്പോൾ ഉത്തരം യതഫക്കറുൽ വലതു അൻ സിബാഹത്തി, നീന്തലിനെ കുറിച്ചാണ് കുട്ടി ചിന്തിക്കുന്നത്. ദ ബോയ് തിങ്സ് അബൌട്ട് സ്വിമ്മിങ്. അതിലെ രണ്ടാം ചോദ്യം. മാ സബബു ഹുസ്നിഹി, അവന്റെ ദുഃഖത്തിന് കാരണം എന്താകുന്നു. അവന്റെ ദുഃഖത്തിന് കാരണം എന്താണ്? അവന് നീന്താൻ അറിയില്ല. അപ്പോൾ നമ്മുടെ ജവാബ് സബബു ഹുസ്നിഹി, അവന്റെ ദുഃഖത്തിനു കാരണം ഹുവ ലാ യഅരിഫു സിബാഹത, ഹുവ അവൻ, ലാ യഅരിഫു അറിയുകയില്ല, അസിബാഹത്ത നീന്തൽ, അവന് നീന്താൻ അറിയുകയില്ല എന്നതാണ് അവന്റെ ദുഃഖത്തിന് കാരണം. ഉത്തരം ഒന്നുകൂടി പറയാം. സബബു ഹുസ്നിഹി ഹുവ ലാ യഅരിഫു അസിബാഹത്ത. The reason for his sadness is that he don't know swimming. ഇതുപോലെ കെലിമാത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട്, വേർഡ്സ് വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ജുംല അഥവാ സെന്റൻസ് വാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഈ അറബിക് ഭാഷയിൽ നേടിയെടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ഇതുപോലെ കെലിമത്തുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഇതുപോലെയുള്ള സെന്റൻസുകളുടെ ചർച്ചകൾ ഉണ്ടായിരിക്കും. ഈ ചിത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള 2 നോട്ട്സ് നമ്മുടെ ഈ വീഡിയോക്ക് ശേഷം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒന്ന്, നമ്മൾ അതിൽ കാണുന്ന വാക്കുകളും അവയുടെ മീനിങ്ങുമാണ്. രണ്ടാമത്തേത് ഈ 4 ക്വസ്റ്റ്യൻസും അവയുടെ ജവാബ്, അവയുടെ ആൻസറുകളുമാണ്. നിങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അവ എഴുതി വെക്കണം. ഈ ചിത്രത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെ താഴെയായിട്ട് ആ വർക്ക് വീണ്ടും നമ്മൾ കൃത്യതയോട് കൂടിയിട്ട് ഈ വീഡിയോക്ക് ശേഷം നമ്മൾ ചെയ്യുന്നുണ്ട്. അൽ കലിമാത്തു ഫിസൂറത്തി, ചിത്രത്തിലെ വാക്കുകൾ എന്ന ഹെഡിങ്ങിൽ വീണ്ടും നമ്മൾ ചെയ്തതിന് കൂടാതെ തന്നെ വീണ്ടും നമ്മൾ ആ വർക്ക് ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കെലിമത്തുൻ എന്ന വാക്കിന് അറബിക് ഭാഷയിൽ വാക്ക് എന്നാണ് അർത്ഥം, വേർഡ് എന്നാണ്. കെലിമത്ത് എന്നെഴുതുമ്പോൾ അവസാനത്തെ താ ഹാ ത ആണ്, ഹായിനെ പോലെയുള്ള ത ആണ്. എന്നാൽ അതിൻ്റെ ബഹുവചന പദമാണ് കെലിമാത്തുൻ. കെലിമാത്തുൻ എന്നെഴുതുമ്പോൾ അവസാനം വരുന്ന ത ബാ ത ആണ്, എന്ന് പറഞ്ഞാൽ ബായിനെ പോലെയുള്ള ത ആണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇൻഷാ അള്ളാ നമ്മുടെ 4ാമത് ഓൺലൈൻ ക്ലാസ്സിലൂടെ പേജ് നമ്പർ 10 അന്നജിത എന്ന ലെസൺ സംബന്ധിച്ച ചർച്ചയായിരിക്കും ഉണ്ടായിരിക്കുക. ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ആ ക്ലാസ് പ്രതീക്ഷിക്കാം. മഅക്കും അബ്ദുസ്സലാം. മഅസ്സലാം.